തൃശൂരിൽ ജപ്തിക്കായി ബാങ്കുകാർ എത്തുന്നതിന് മുമ്പ് ഗൃഹനാഥനെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയതായി പരാതി. പുത്തൻപീടിക സ്വദേശി സുരേഷിനെയാണ് ഇന്ന് രാവിലെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ വൻ പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്തു. ഇയാളുടെ ഭാര്യയെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിയായിരുന്നു ജപ്തി. വിവരണമായി മനോജ് എം ഉണ്ട് തൃശൂരിൽ നിന്ന്. മനോജ്, പോലീസ് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ടോ? എന്തിനായിരുന്നു ഗൃഹനാഥനെ തടങ്കലിലാക്കിയത്? പുത്തൻപീടിക ചക്കിത്തറ വീട്ടിലെ സുരേഷിനെയാണ് ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ ബാങ്കിൽ വായ്പ ഉണ്ടായിരുന്നതിനെ തുടർന്ന് ബാങ്ക് നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ തന്നെ 3 മാസം ആയി ഈ കുടിശ്ശിക മുടങ്ങിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ജപ്തി നടപടികളുമായി ബാങ്ക് മുന്നോട്ട് വന്നത്. എന്നാൽ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് എത്തി ഈ സുരേഷിനെ കരുതൽ തടങ്കലിൽ മാറ്റുകയായിരുന്നു. കാരണം ഈ പിന്നീട് ഈ ഭാര്യയും മക്കളും വീട് അടച്ചിട്ട ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പോലീസ് പിന്നീട് ഈ വീട് ചവിട്ടി തുറന്നാണ് അകത്തേക്ക് വാതിലൊക്കെ തന്നെ പൊളിച്ചാണ് അകത്തേക്ക് കയറി ഈ ഇവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. പിന്നീടാണ് ഈ ജപ്തി നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും അന്തിക്കാട് പോലീസിനെതിരെ ഗുരുതര ആരോപണമായാണ് കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം ഈ കരുതൽ തടങ്കലിലാക്കിയതും അതുപോലെ തന്നെ ഒരു ജപ്തി നടപടി നോട്ടീസ് നൽകി കൃത്യമായും ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പേ പോലീസ് ബലപ്രയോഗം നടത്തി എന്നുള്ള ഒരു പരാതി തന്നെയാണ് വീട്ടുകാർക്കുള്ളത്. ദേവിക. മനോജ്, ഇത്തരം ജപ്തി നടപടികൾ നടക്കുന്നതിന് മുമ്പായി കരുതൽ തടങ്കലിലാക്കുന്ന സമ്പ്രദായമുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ കരുതൽ തടങ്കലിലാക്കിയത് തങ്ങളോടുള്ള ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് ഈ സുരേഷ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കാരണം ഇങ്ങനെ സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥരെത്തി വീട്ടുകാരോട് സംസാരിച്ച് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് പോലീസ് ഇടപെടുക. എന്നാൽ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് എത്തി ബലപ്രയോഗം നടത്തി എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടുകാരും ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ജപ്തിയെ തുടർന്ന് ഈ സ്വന്തം വീട്ടിൽ നിന്നും ഇവർക്ക് ഇറങ്ങേണ്ടി വന്നു. മറ്റൊരു സംവിധാനമാണ് ഇവരിപ്പോൾ നോക്കുന്നത്. എന്തായാലും ഈ ഒരു ഗൾഫിലായിരുന്ന സുരേഷ് പിന്നീട് നാട്ടിലെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ പച്ചക്കറി കച്ചവടം അതോടൊപ്പം മറ്റ് കടകളുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് അത് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ജപ്തി നടപടി ഉണ്ടാകുന്നത്. ജപ്തി ചെയ്യുന്ന സമയം ഈ പോലീസിന്റെ ഇടപെടലാണ് ഇത്തരത്തിൽ കരുതൽ തടങ്കലിലാക്കിക്കൊണ്ട് ഈ സുരേഷിനെ രാവിലെ എത്തി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു നടപടി, അതിലാണ് ഈ ഒരു പ്രതിഷേധം, വീട്ടുകാരുടെ പ്രതിഷേധമുള്ളത്. ദേവിക. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.